എന്തായാലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഓർഗാനിസം എന്തായാലും ആ വായിക്കാത്തില്ല. അപ്പം അത് എവിടുന്ന് വരുന്നു? അതിന് എന്തായാലും കാരണം എന്ന് പറയുന്നത് അമ്മമാരാണ്. അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആളാണ്, കുട്ടിയുടെ പ്രൈമറി കെയർ ഗിവറാണ്. എങ്ങനെയായാലും നമുക്ക് ഒരു കുട്ടീനെ ഉമ്മ വെക്കാതിരിക്കാൻ ഒരമ്മയ്ക്ക് പറ്റില്ല. അത് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം അവർ ഉമ്മ വെക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ റിലീസാവും. നമ്മളെന്താ പറയുന്നത്, ലവ് ഹോർമോൺ. അപ്പോൾ ആ ഒരു ഹോർമോൺ നമ്മൾ രണ്ടാൾക്കും ഒരു ഫീലിംഗ് ലവ്ഡ്, ഒരു ഫീലിംഗ് പ്രൊട്ടക്റ്റഡ്, അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബോണ്ട് നമുക്ക് ഫോം ചെയ്യുകയാണ് ഒരു അമ്മയും കുട്ടിയും തമ്മിൽ. അപ്പോൾ കിസ്സിങ് ഒഴിവാക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ആ കിസ്സിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലപോലെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. വെറും ബ്രഷിങ് മാത്രമല്ല, മൗത്ത് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെയായാലും ഈ ഒരു ഫീഡിങ് ടൈമിൽ അമ്മമാർക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്നാക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പക്ഷെ ആ സ്നാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷുഗേഴ്സിൻ്റെ പുറത്ത് സ്നാക്ക് ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക. നിങ്ങളുടെ വായിൽ ഈ പറഞ്ഞ ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞാൽ തന്നെ കുട്ടിക്കും അത് കുറയും.